ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഉള്ളത് പറയുമ്പോൾ തുള്ളുന്നവരെ കുറിച്ച്. അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഉള്ളത് പറയുമ്പോൾ തുള്ളുന്നവർ ഭക്തനെ ഭ്രാന്തനാക്കിയെന്ന് വരും. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങനത്തെ ചില സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതീവ ഭക്തിയും വിശ്വസ്തതയും കൈമുതലാക്കിയ വ്യക്തികളെ പോലും ഭ്രാന്തനെന്ന് മറ്റുള്ളവർ വിളിച്ച രംഗങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഉള്ളത് പറയുമ്പോൾ തുള്ളുന്നവരാണ്, ആ ഒരവസ്ഥയിൽ കഴിയുന്നവരാണ് നമ്മളെങ്കിൽ നല്ല ജീവിതം നയിക്കുന്ന വിശുദ്ധരായിട്ടുള്ള ഭക്തരായിട്ടുള്ള വ്യക്തികളെ നമ്മൾ കാണുന്നത് ഭ്രാന്തരായിട്ടായിരിക്കും. ഒരു സ്ത്രീ സൂചിപ്പിച്ച ഒരു സംഭവം, അവരുടെ ഭർത്താവിൻ്റെ ചില അവിശുദ്ധ ബന്ധങ്ങൾ ഇവര് തെളിവ് സഹിതം അതെല്ലാം ഭർത്താവിന്റെ മുമ്പിൽ നിരത്തി. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പഞ്ചപുച്ഛം അടക്കി അത് അംഗീകരിച്ച് മാപ്പ് പറയും എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ ഇതെല്ലാം നിരത്തി കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ ഒരു കാര്യം, അതെ, നിനക്കും ഇതുപോലത്തെ കുറച്ച് ചുറ്റിക്കളികളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, നിനക്കും ഇതുപോലത്തെ തെറ്റായ ചില ബന്ധങ്ങൾ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. അങ്ങനെ പറഞ്ഞ് ഈ ഒരു കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് പാസിഫൈ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ച ഒരു വ്യക്തി. ഇതുപോലെ ചിലര് സത്യമായ കാര്യം പറഞ്ഞാലും വേണമെങ്കിൽ ഒരാൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ പറഞ്ഞാൽ പോലും അത് അംഗീകരിക്കാൻ വിസമ്മതിക്കുന്നവര് അതിനു പകരം ഒരുപാട് ഒച്ചയും ബഹളവും ഒക്കെ വെച്ച് പ്രതികരിക്കുന്ന വ്യക്തികളെ നമ്മൾ കണ്ടെത്തിയെന്ന് വരും. ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ നമുക്കൊന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. ഒന്നാമത്തെ കാര്യം, സത്യം പറഞ്ഞ് കുറെ ബൈബിൾ കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അവർക്കെല്ലാം കിട്ടിയത് കൊട്ടപ്പടിയാണ്. അവര് സത്യം പറഞ്ഞ് ജീവിച്ചവര്, പക്ഷേ അവരൊക്കെ വലിയ സഹനം അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കേണ്ടി വന്നതായിട്ട് ദൈവവചനത്തിൽ നമുക്ക് കാണാൻ പറ്റും. ആദ്യമായിട്ട് തന്നെ യേശുവിനെ കുറിച്ച് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. യേശുവിനെ കുറിച്ച് വിശുദ്ധ സിറിൽ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, ജീവിതത്തിൽ ഒരിക്കൽ പോലും നുണ പറയാത്ത വ്യക്തി. ചിലരെ അവർ നുണ പറയാത്ത ഒരു ദിവസം കണ്ടുപിടിക്കാൻ പാടായിരിക്കും. പക്ഷെ ഇവിടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു നുണ പറഞ്ഞിട്ടില്ലാത്ത വ്യക്തി, അതാണ് യേശു. പലരും അവനിൽ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ നോക്കി, അവർക്ക് പറ്റിയില്ല. ഈ യേശു എത്രമാത്രം സഹിക്കേണ്ടി വന്നു എന്നുള്ളത് വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നമുക്കതുമായി ബന്ധപ്പെട്ട ഏതാനും ചില വചനങ്ങൾ എടുക്കാം. മർക്കോസ് 3-ാം അധ്യായം 21 മുതൽ മുമ്പോട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും യേശുവിനെ ഭ്രാന്തനായി ചിത്രീകരിച്ച രംഗം, യേശുവിനെ പിശാചുബാധിതനായി ചിത്രീകരിച്ച രംഗം. അവന്റെ തന്നെ വീട്ടുകാർ സൂചിപ്പിച്ചൊരു കാര്യം, അവന്റെ മാനസിക നില തെറ്റി, അവന് ചിത്തഭ്രമം. അതുകൊണ്ട് അവനെ പിടിച്ച് ഞങ്ങൾ വല്ല ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകാൻ, ചികിത്സിക്കാൻ കൊണ്ടുപോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അങ്ങനെ പറയുന്ന ഒരു രംഗമാണ് നമ്മൾ ഈ വചനഭാഗത്ത് കാണുക. ഫരിസേരും നിയമത്തിനും അവർ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ഇവന് പിശാചുബാധയാണ്. അതും ചെറിയ കുട്ടിപ്പിശാചുക്കളൊന്നും അല്ല, ഈ പിശാചുക്കളുടെ തലവനായ ബീൽസിബുൾ, അവനാണ് ഇവനെ ബാധിച്ചിരിക്കുന്നത്. ഉണ്ടായിട്ട് വല്ല ആണോ? ജീവിതത്തിൽ ഒരിക്കൽ പോലും നുണ പറഞ്ഞിട്ടില്ലാത്ത, അസത്യത്തിന്റെ വഴി സ്വീകരിച്ചിട്ടില്ലാത്ത യേശുവിനെ കുറിച്ച് പറയപ്പെട്ട കാര്യങ്ങളാണ്. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഞാൻ പോയ അതേ വഴിയെ പോകണം. ആരെങ്കിലും നമ്മളെ തെറ്റിദ്ധരിച്ച് നമുക്ക് മാനസിക രോഗം ഉണ്ടെന്നോ പിശാചുബാധ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും നമുക്കവിടെ പ്രതികരിക്കാനോ ഒച്ചമ്പകളോ വെക്കാനോ നമുക്ക് അവകാശമുണ്ടോ? കാരണം യേശു തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്, ഞാൻ നടന്ന അതേ പാതയിലൂടെ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ നടക്കേണ്ടി വരും എന്നുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 48-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുകയാണ്, ജനം പറഞ്ഞൊരു കാര്യം, നീ ഒരു സമറിയാക്കാരനാണ്, നിനക്ക് പിശാചുണ്ട്. യഹൂദനായിരുന്ന യേശുവിനെ കുറിച്ച് അവർ പറഞ്ഞ ഒരു കാര്യമാണ്, നിനക്ക് പിശാചുണ്ട്. യോഹന്നാൻ 8:59 10-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വചനം എടുത്താൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, യേശുവിനെ എറിയാൻ കല്ലെടുക്കുന്ന വ്യക്തികൾ. അവന് ഭ്രാന്താണ്, പിശാചാണ്, ഇങ്ങനെയെല്ലാം പറഞ്ഞ് അവനെ കല്ലെറിയാൻ തുടങ്ങുന്ന ഒരു രംഗം അവിടെ നമുക്ക് കാണാൻ പറ്റും. യോഹന്നാൻ 10:20-ാമത്തെ വചനം എടുത്താലോ പച്ചയ്ക്ക് അവർ പറഞ്ഞൊരു കാര്യം, അവന് പിശാചുണ്ട്, അവന് ഭ്രാന്താണ്. ഈ രണ്ട് കാര്യങ്ങളാണ് പല ആവർത്തി അവര് യേശുവിനെ കുറിച്ച് പറഞ്ഞത് എന്ന് നമുക്ക് ഈ വചനഭാഗങ്ങളിൽ കാണാൻ പറ്റും. മറ്റൊരു വ്യക്തി പൗലോസ്ലീഹായ. നമുക്കറിയാം അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായത്തിൽ പൗലോസ് സഭയെ ഇടിച്ചു പൊളിക്കുന്നവനാണ്. പക്ഷേ 9-ാം അധ്യായത്തിൽ അവൻ ദൈവത്തെ കണ്ടുമുട്ടി, യേശുവിനെ കണ്ടുമുട്ടി മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിയാണ്. പൗലോസായിട്ട് മാറി. പിന്നീട് നമ്മൾ കാണുന്നു 10 മുതൽ 28 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ എത്ര തീക്ഷ്ണമതിയായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് പൗലോസ്. അവന്റെ ഹൃദയം ജ്വലിച്ചു. അപ്പോൾ അവന്റെ പാദങ്ങൾ നിരന്തരമായിട്ട് ചലിക്കുന്നത്, ഒരു മിഷണറി ആയിട്ട് ചലിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ അധ്യായങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ. നമുക്ക് ഏതാനും വചനഭാഗങ്ങൾ എടുക്കുമ്പോൾ
അവനെക്കുറിച്ചും പറയപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അപ്പോസ്തല പ്രവർത്തനം 23:9 മുതലുള്ള വചനഭാഗം വായിച്ചാൽ, പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ കേട്ട സദുക്കായരും ഫരിസേയരും അവര് രണ്ട് പക്ഷമായിട്ട് തിരിയുന്നത് കാണാൻ പറ്റും. പിന്നീട് അവനെ വലിച്ചു കീറും എന്നുള്ള, അവനെ വലിച്ചു കീറി കഷണങ്ങളാക്കും എന്നുള്ള ആ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. പൗലോസ് ഏറ്റെടുക്കേണ്ടി വന്ന സഹനം ചില്ലറ സഹനമല്ലോ ആയിരുന്നു. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോസ്തല പ്രവർത്തനം 26:24 മുതൽ വായിക്കുമ്പോൾ, പൗലോസ് ഉള്ളത് പറഞ്ഞവനാണ്. അവന്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ, യഹൂദരെ കുറിച്ചുള്ള കാര്യങ്ങൾ അവനത് പച്ചയ്ക്ക് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അത് കേട്ട യഹൂദര് തുള്ളിക്കൊണ്ട് അവന്റെ നേരെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഫേസ്തൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പൗലോസേ, നിനക്ക് ഭ്രാന്താണ്, നിന്റെ വലിയ വിജ്ഞാനം നിന്നെ ഭ്രാന്തനാക്കിയിരിക്കുന്നു. നമ്മൾ പറയാനുള്ള ഒരു കാര്യമല്ലേ, ചിലർക്ക് അറിവ് കൂടി വട്ടായിപ്പോയി. പൗലോസേ, നിന്റെ ആ വലിയ വിജ്ഞാനം അത് നിന്നെ ഭ്രാന്തനാക്കിയിരിക്കുന്നു എന്ന് അവർ വിളിച്ചു പറഞ്ഞ ഒരു കാര്യമാണ്. മറ്റൊരാള് നമ്മൾ കാണുന്നുണ്ട്, സ്നാപക യോഹന്നാൻ. യോഹന്നാൻ 1:20 മുതലുള്ള വചനഭാഗം മുമ്പോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, സത്യത്തിന് മുന്നോടിയായി വന്ന വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ. ഇനി ലൂക്കാ 3:19-20 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, സ്നാപകൻ ഹെറോദേസിന്റെ തെറ്റ് അപലപിക്കുന്ന ഒരു രംഗം. തൽഫലമായിട്ട് അവന് സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഹെറോദിയ അവളുടെ ഹൃദയത്തില് വാശി വൈരാഗ്യം വെച്ച് പുലർത്തി അവസാനം അവന്റെ തല വെട്ടി കിട്ടാനായിട്ട് ആവശ്യപ്പെടുന്ന ഒരു രംഗം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവരെല്ലാവരും വളരെ സത്യസന്ധമായിട്ട് നല്ല ജീവിതം നയിച്ച വ്യക്തികളാണ്. സത്യം ജീവിച്ചവരും സത്യം പറഞ്ഞവരും സത്യത്തിനു വേണ്ടി വാദിച്ചവരുമാണ്. അവരെ കേട്ട പലരും നിന്ന് തുള്ളുന്നതും അവരുടെ പിന്നാലെ ചെന്നിട്ട് അവരെ ശിക്ഷിക്കാൻ നോക്കുന്നതായ രംഗങ്ങളെല്ലാം ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, സത്യം സഹിക്കും, പക്ഷേ സത്യമേ വിജയിക്കൂ. നമ്മൾ സത്യത്തിന് കൂട്ടുനിന്ന് ജീവിതത്തിൽ മുന്നോട്ട് പോയാൽ സഹിക്കേണ്ടി വരും, പക്ഷേ വിജയം നമുക്കുള്ളതാണ്. ഈ ഒരു ബോധ്യത്തോടുകൂടി അതനുസരിച്ച് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളൊരു കോമൺ നിയോഗമായിട്ട് വെക്കുന്നത്, സത്യത്തിന് നേരെ പുറംതിരിഞ്ഞു നിൽക്കുന്ന വ്യക്തികളുണ്ട്, അവരുടെ മാനസാന്തരം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അനുഗ്രഹപ്രദമായ ഒരു നോമ്പുകാലം കൂടി ഞങ്ങൾക്ക് നൽകിയ നല്ല ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. പാപം മൂലം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും പ്രപഞ്ചത്തിന് പോലും വന്നുപോയ എല്ലാ വൈകൃതങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും ആത്മീയ സമ്പത്തുള്ളവരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇന്നത്തെ ഞങ്ങളുടെ അവസ്ഥ ഏറ്റെടുത്ത് ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ അങ്ങ് സാധിച്ചു തരികയും ചെയ്യണമേ. ആമേൻ. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെയും ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കുന്നെങ്കിൽ മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമ്മൾ ഒന്നിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.